കിച്ചൺ സീക്രട്സ്. ഇന്ന് നമ്മൾ നല്ലൊരു ഞണ്ട് റോസ്റ്റാണ് ഉണ്ടാക്കുന്നത്. 1 കിലോ ഞണ്ട് നന്നായിട്ട് ഞാൻ ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് കുറച്ച് ചുവന്നുള്ളി, നമ്മൾ ഈ റോസ്റ്റൊക്കെ ഇടുമ്പോൾ, അത് ചിക്കൻ റോസ്റ്റ് ആണെങ്കിലും ബീഫ് റോസ്റ്റ് ആണെങ്കിലും ക്രാബ് റോസ്റ്റ് ആണെങ്കിലും എന്ത് റോസ്റ്റ് ഇടുമ്പോഴും കുറച്ച് ചുവന്നുള്ളിയും കൂടെ ചേർത്താൽ നല്ല ടേസ്റ്റാണ് കേട്ടോ കറിക്ക്. പിന്നെ ഒരു 3 പച്ചമുളക്, ഒരു സവോള, ഒരു 7-8 വെളുത്തുള്ളി ചതച്ച് വെച്ചേക്കുന്നതാണ്. ഇതൊരു നല്ലൊരു പീസ് ഇഞ്ചി ചതച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള പൊടികളെന്ന് പറയുമ്പോൾ 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 2 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, 1/2 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. നമ്മൾ ഇതിന് ഈ ഒരു ഞണ്ടിൻ്റെ റോസ്റ്റിന് നമ്മൾ കുരുമുളക് കുറച്ച് കൂടുതൽ വേണം. അതാണ് ഞാൻ 1/2 ടേബിൾ സ്പൂൺ ഇട്ടേക്കുന്നത്. ഇത് കുരുമുളകിൻ്റെ ഒരു ടേസ്റ്റ് നന്നായിട്ട് നിൽക്കണം ഇതിനകത്ത്. പിന്നെ നമ്മൾ കറി അവസാനം പെരിഞ്ജീരകവും കൂടെ പൊടിച്ചിടും. അത് കറിയൊക്കെ ഒന്ന് സെറ്റായി കഴിയുമ്പോഴാണ് നമ്മളത് ഇടുന്നത്. അത് അന്നേരം കാണിച്ചു തരാം. പിന്നെ നമുക്ക് വേണ്ടത് ആവശ്യത്തിന് തേങ്ങാപ്പാൽ. ഇത് ഞാൻ 1-ാം പാലും 2-ാം പാലും കൂടെ മിക്സ് ചെയ്ത പാലാണ്. ഇനി ഇത് കുക്ക് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. നമുക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണേ. ഞാനിത് ചട്ടിയിലാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. ചട്ടിയിൽ ഉണ്ടാക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടാവുമേ. ഈ എണ്ണയിലേക്ക് നമ്മൾ വെളുത്തുള്ളിയും ഇഞ്ചിയും ഇട്ട് കൊടുക്കുക. ഇനി ഇതിലേക്ക് ചുവന്നുള്ളി, പച്ചമുളക്, സവോള ഇതും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണേ. ഉള്ളി ഞാൻ കുറച്ച് നേരം ഇവിടെ ഇങ്ങനെ നന്നായിട്ട് വഴറ്റിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പൊടികളും കൂടെ ചേർത്ത് വഴറ്റവേ. നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരിക്കുന്ന പൊടികളില്ലേ, പൊടി ഇട്ട് കഴിയുമ്പോഴത്തേന് സിമ്മിലേക്ക് ആക്കി വെക്കണേ ഫ്ലെയിം. ഈ പൊടികളുടെ ആ ഒരു പച്ച മണം ഒന്ന് മാറിക്കിട്ടണേ. അപ്പോൾ അത് ഒരു 2 മിനിറ്റ് ഒന്ന് വഴറ്റണം. അത് ഇനി നമുക്ക് ഒരു ടൊമാറ്റോ അരിഞ്ഞത് ഇതിനകത്ത് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഈ ടൊമാറ്റോയുടെ ഒരു പച്ചമണവും കൂടെ ഒന്ന് മാറണം. അന്നേരം നമ്മൾ കുറച്ച് നേരം ഒന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണേ. ഈ ഞണ്ട് റോസ്റ്റ് എന്ന് പറഞ്ഞാൽ നല്ല ടേസ്റ്റുള്ള ഒരു കറിയാണ് കേട്ടോ. ഈ ഞണ്ടിങ്ങനെ തേങ്ങ വറുത്തരച്ചും ഒക്കെ വെക്കും കേട്ടോ. തേങ്ങ നന്നായിട്ട് വറുത്തിട്ട് നമ്മൾ തീയലിന് വറുത്തിട്ടില്ലേ, അതുപോലെ വറുത്തും വെക്കും. അപ്പോൾ അതിനും നല്ലൊരു ടേസ്റ്റാണ്. ഇത് പിന്നെ കുറച്ചുകൂടി ഈസിയാണ്, നമുക്ക് തേങ്ങ വറുക്കാതൊക്കെ പെട്ടെന്നങ്ങ് ഉണ്ടാക്കാറുള്ളൂ. ഇതിലേക്ക് നമ്മൾ ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കണേ. ഞാനിപ്പോൾ ഇതിനകത്ത് കല്ലുപ്പാണ് ഇട്ടേക്കുന്നത്. കുറച്ച് കറിവേപ്പിലയും കൂടെ ഇടും. കറിവേപ്പില എത്രയോ ഉണ്ടോ അത്രയും നല്ലതാണ് കേട്ടോ. ഫ്ലെയിം ഞാൻ സിമ്മിൽ തന്നെയാണ്, അതൊട്ടും കൂട്ടി വെച്ചിട്ടില്ല. കാരണം ചട്ടിയാണ്. പെട്ടെന്ന് ആ ഒരു ചട്ടിക്ക് ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ചൂടായ നല്ല ചൂടായിരിക്കും. അപ്പം നമ്മൾ തീ കൂട്ടി വെച്ചാൽ പെട്ടെന്ന് ഈ പൊടികൾ കരിയാൻ സാധ്യതയുണ്ട്. നമ്മുടെ ഈ പൊടികളൊക്കെ നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട്. കുറച്ച് വെള്ളം ഇതിനകത്ത് ഒഴിച്ചു കൊടുക്കണം. നമ്മൾ തേങ്ങാപ്പാൽ ഒരു സ്വല്പം കൂടെ കഴിഞ്ഞേ ഒഴിക്കത്തുള്ളേ. കുറച്ചൊന്ന് വെന്ത് കഴിയുമ്പോൾ അപ്പം നമുക്ക് കുറച്ചൊരു വെള്ളം ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്യണം. ഇനി തീ കൂട്ടി വെച്ച് കൊടുക്കാവേ. ഇനി നമുക്ക് ഇതിലേക്ക് ഞണ്ട് ഇട്ട് കൊടുക്കാം. ഇനി നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. കുറച്ചൊന്ന് തിളച്ച് കഴിയുമ്പോഴത്തേന് ഞണ്ടിൽ നിന്ന് തന്നെ കുറച്ച് വെള്ളം വരും. ഇതിൻ്റെ ഗ്രേവി എല്ലായിടും ഒന്നും ആകത്തക്ക രീതിയിൽ നമ്മൾ മിക്സ് ചെയ്ത് കൊടുക്കണം. സമയത്ത് നമ്മൾ ഉപ്പൊക്കെ ഉണ്ടോ നോക്കിക്കോണം കേട്ടോ. ഇനി നമുക്ക് അടച്ചു വെച്ചിട്ട് വേവിക്കാം. നമ്മളിത് ഇവിടെ അടച്ചു വെച്ച് വേവിക്കാൻ തുടങ്ങിയിട്ട് ഒരു 7 മിനിറ്റായേ. നന്നായിട്ടൊന്ന് ഇടയ്ക്ക് ഞാനൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ടായിരുന്നേ. ഇനി ഇതിലേക്ക് നമ്മൾ സാമ്പാർ പുളിയില്ലേ, അതൊരു വലിയ നെല്ലിക്ക വലുപ്പത്തിലിട്ട് ഞാൻ കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു വെള്ളം ഒഴിച്ച്. അതിപ്പോൾ 2 പ്രാവശ്യമായിട്ട് ഞാൻ പിഴിഞ്ഞ് ഇതിലേക്ക് മാറ്റി വെക്കുവാണേ. അതങ്ങ് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്യണേ. ഇനി നമുക്ക് ഉപ്പൊക്കെ ഒന്ന് നോക്കണേ. ഈ കൂട്ടത്തിൽ നമുക്ക് ഈ തേങ്ങാപ്പാലും കൂടെ അങ്ങ് ഒഴിച്ചു കൊടുത്തേക്കാം. സ്വല്പം വെള്ളം കൂടെ ഒഴിച്ച് ഇതിങ്ങനെ അങ്ങ് അപ്പോഴത്തേനും അതിനകത്തുള്ള എല്ലാം ഇനി കിട്ടുമല്ലോ. അതിനൊരു സ്വല്പം വെള്ളം കൂടെ ഒഴിച്ച് എടുക്കുന്നത്. ഇനി ഇത് നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്തിട്ട്
ഒരു 6 മിനിറ്റും കൂടെ നമുക്ക് വേവിക്കാം. അന്നേരത്തേന് ഇത് റെഡിയാകും കേട്ടോ. ഒരുപാട് അങ്ങ് വേവുള്ള സാധനമൊന്നും അല്ല. അപ്പം നമുക്ക് ആവശ്യത്തിനുള്ള ഗ്രേവിയായി കണ്ടോ. ഇനി ഇത് കുറച്ചൊന്ന് വറ്റിച്ചെടുക്കണേ. ഇനി നമുക്കത് അടച്ചു വെച്ചിട്ടങ്ങ് വേവിച്ചേക്കാം. നമ്മുടെ ഞണ്ട് ഇവിടെ വേവാൻ തുടങ്ങിയിട്ട് ഇപ്പോൾ ഒരു 7 മിനിറ്റ് ആയേ. നമ്മൾ നേരത്തെ അടച്ചു വെച്ചിട്ട് ഇപ്പോൾ 7 മിനിറ്റ് ആയിട്ടുണ്ട്. ഇപ്പോൾ ഈ ഞണ്ടെല്ലാം നന്നായിട്ട് വെന്ത് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പെരുംജീരകപ്പൊടി ഇട്ട് കൊടുക്കണേ. അപ്പോൾ നല്ലൊരു ഫ്ലേവർ ആയിരിക്കും. ആദ്യം നമ്മൾ ഗരം മസാല ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് കൂടാതാണ് ഇത് ചെയ്യുന്നത്. പിന്നെ ഒരു സ്വല്പം കുരുമുളകും കൂടെ. ഇനി നമുക്കിത് അടച്ചു വെച്ച് ഒരു 2 മിനിറ്റും കൂടെ ഒന്ന് ആകണേ. നമ്മളിവിടെ അടച്ചു വെച്ചിട്ട് 2 മിനിറ്റ് കഴിഞ്ഞ് ഇനി നമുക്ക് തീ ഓഫ് ചെയ്തേക്കാവേ. നമ്മുടെ നല്ല ടേസ്റ്റുള്ള ഞണ്ട് റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ടേ. ഇത് ചോറിൻ്റെ കൂടെ വളരെ രുചിയായിട്ട് നമുക്ക് കഴിക്കാവുന്ന ഒരു ഡിഷാണ്. നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്യണം. വളരെ നല്ല ടേസ്റ്റാണ്. എൻ്റെ ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. താങ്ക്